തൃശൂർ അതിരൂപത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയുടെയും വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 2025 ഏപ്രിൽ 27 ഞായർ 2:30 DBCLC തൃശൂരിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ അനുസ്മരണ സംവാദ സദസ്സ് നടന്നു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സംവാദ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പായുടെ അജപാലന ദർശനം എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ചു. എന്താണ് ഈ അജപാലനം? അജങ്ങൾ ആടുകളെ പരിപാലിക്കലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്കറിയാം, ക്രിസ്തുവാണ് നല്ല ഇടയൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ തലവനെ മഹായിടയൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഈ നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ് പാപ്പ എന്നുള്ളത് കൊണ്ടാണ്. അതൊരു രൂപതയെ സംബന്ധിച്ചിടത്തോളം, കാനൺ ലോ ഒക്കെ അനുസരിച്ച് രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപത അധ്യക്ഷനാണ് ആ നല്ല ഇടയൻ്റെ പ്രതിനിധി. ഓർഡിനറി മജിസ്റ്റേറിയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൃശ്ശൂർ അതിരൂപതയുടെ ഇടയൻ ആൻഡ്രൂസ് പിതാവാണ്. നമ്മുടെ ഓരോ ഇടവകകളിലും ഉള്ളത് വികാരിയച്ചന്മാരാണ്. വികാരി എന്ന് പറഞ്ഞാൽ പ്രതിനിധിയാണ്. നമ്മൾ മാർപ്പാപ്പയെ ക്രിസ്തുവിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞതുപോലെ ഈ അതിരൂപതയുടെ ഇടയൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ വികാരിയച്ചന്മാർ ഇടവകകളിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഇതുപോലെ തന്നെ നൈയാമികമായിട്ടുള്ള പ്രതിനിധികളാണ്, ഇടയധർമ്മത്തിൽ പങ്കുപറ്റുന്നവരാണ് ഒരു ഇടവകയിലെ കൈക്കാരന്മാരെന്ന് ഞാൻ കരുതുകയാണ്. കാരണം മെത്രാൻ്റെ തന്നെ കൽപ്പന പ്രകാരം അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് അവർ. വികാരിയച്ഛനെ മെത്രാനാണ് അയച്ചത്, ഇടവകളിലെ കൈക്കാരന്മാരെ മെത്രാനാണ് അയക്കുന്നത്. ഇടവകയിലെ പ്രതിനിധി യോഗം അതും നൈയാമികമായിട്ട് ഇടയധർമ്മത്തിൽ പങ്കുപറ്റുന്നതാണ്. ഇനിയും നമുക്ക് വളരെയേറെ വിശാലമായിട്ട് ചിന്തിച്ചാൽ, എവിടെയൊക്കെ ആടുകളുടെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ആരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അവരൊക്കെ ഇടയധർമ്മത്തിൽ പങ്കുപറ്റുന്നവരാണ്. ഫ്രാൻസിസ് പാപ്പായിലെ ഈ അജപാലന ശൈലികൾ, അത് നമ്മൾ ഏതൊക്കെ തലത്തിലാണോ ഇടയധർമ്മത്തിൽ പങ്കുപറ്റുന്നത് അവിടെയൊക്കെ നമ്മുടെ ഈ ഇടയ ശുശ്രൂഷയെ സ്വാധീനിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു ആത്മീയതയുടെ തന്നെ അടിസ്ഥാനമായിട്ട് മാറേണ്ട ഒരു ഇടയ ശൈലി, അത് എപ്രകാരമാണ് ഫ്രാൻസിസ് പാപ്പായിൽ നാം കണ്ടുമുട്ടുന്നത്. അവിടെ മാർപ്പാപ്പയുടെ നമുക്കറിയാം, ആദ്യത്തെ ആ മാസങ്ങളിൽ 2013 ആദ്യത്തെ ആഴ്ചകളിലൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ കുറേയേറെ കാര്യങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ ആ സിംഹാസനം, മാർപ്പാപ്പയിരിക്കുന്ന സിംഹാസനമൊക്കെ മാറ്റി ഒരു മരക്കസേരയിൽ ഇച്ചിരി വെള്ള റെക്സീൻ കൊണ്ടുള്ള ഒരു ബാക്കുള്ള ഒരു മരക്കസേര കൊണ്ട് അവിടെ ഇട്ട് അതിന്മേലിരിക്കാനായിട്ട് തുടങ്ങി. അതിലേക്ക് അദ്ദേഹം വളരെ വളരെ ലാളിത്യത്തിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. അത് അദ്ദേഹമായിട്ട് തുടങ്ങിയതല്ല. അതിനു മുമ്പ് ഒരുപക്ഷെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൊക്കെ ഈ ഒരു ശൈലികൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളിൽ ലാളിത്യം അദ്ദേഹം കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ഈ ലാളിത്യം ഈ അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അദ്ദേഹം ഒത്തിരിയേറെ ലാളിത്യം കൊണ്ടുവന്നത് ആരാധനക്രമത്തിൽ അദ്ദേഹം ഒത്തിരി ലാളിത്യം കൊണ്ടുവന്നു. പക്ഷെ അത് ആരാധനക്രമത്തിൽ വെള്ളം ചേർത്തിട്ടല്ലായിരുന്നു. അതിനോട് ചുറ്റിപ്പറ്റിയുള്ള പാരഫർണേലിയകളിലൊക്കെ അദ്ദേഹം വളരെയേറെ ലാളിത്യം കൊണ്ടുവരികയും, എന്നാൽ ആരാധനയിലും തിരുക്കർമ്മങ്ങളിലും അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു കാർക്കശ്യം പാലിക്കുകയും ചെയ്തു. റവറൽ ഫാദർ ഡോക്ടർ സനിൽ മാളിയേക്കൽ സ്വാഗതം ആശംസിച്ചു. വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ റവറൽ ഫാദർ ഡോക്ടർ സൈജു തൈക്കാട്ടിൽ സംവാദ സദസ്സ് മോഡറേറ്റ് ചെയ്തു. റവറൽ ഫാദർ ഡോക്ടർ ഡേവിസ് പേരാമംഗലത്ത് OFM ക്യാപ് ഫ്രാൻസിസ് പാപ്പായുടെ ആത്മീയത എന്ന വിഷയം അവതരിപ്പിച്ചു. പ്രൊഫസർ ഡോക്ടർ മേരി റെജീന പ്രകൃതിയെ സ്നേഹിച്ച പാപ്പ എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പാപ്പ എന്ന വിഷയം റവറൽ ഫാദർ ഡോക്ടർ അൽജോ കരേരിക്കാട്ടിൽ അവതരിപ്പിച്ചു. ശ്രീമതി ടെൽമ ഷെൽബി ഏവർക്കും നന്ദി പറഞ്ഞു. ഷിക്കേന ന്യൂസ്, തൃശൂർ.